കൊച്ചിയിൽ യുക്തിവാദി കൂട്ടായ്മയായ എസൻസ് വാർഷിക സമ്മേളനത്തിൽ ഭീകരാക്രമണ ഭീഷണി. ഹാളിൽ അക്രമി കടന്നു. സമ്മേളനം നിർത്തി പോലീസ് ഹാൾ ഒഴിപ്പിച്ചു. ഇസ്ലാം ഭീകര ഭീഷണി നേരിടുന്ന ആഗോള നേതാവ് തസ്ലിന നസ്രീൻ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് സംഭവം. എസൻസിന്റെ മുതിർന്ന നേതാവ് രവിചന്ദ്രൻ പ്രസംഗിക്കുമ്പോഴാണ് ഭീകരാക്രമണ ഭീഷണി വന്നത്. തുടർന്ന് ഇസ്ലാം ഭീകരവാദം. അമ്മച്ചിയെ ആളെ കിട്ടിയാ ഇസ്ലാം ഭീകരവാദിയാണ്. അമ്മച്ചിക്ക് ആളെ കിട്ടിയ ഒന്ന് മൂപ്പിച്ച് വരികയായിരുന്നു. പ്രതി ആരാന്നറിയോ? അല്ലേ ഈ മുസ്ലിങ്ങൾക്ക് ഇപ്പൊ എന്തിന്റെ കടാ? ഇവര് ഫുള്ള് നോക്കുമ്പോ എപ്പോഴും AK-47 നടക്കുന്നത്. ഇവർക്ക് ഇത്ര അസഹിഷ്ണുതല്ല ഈ മുസ്ലിങ്ങൾക്ക്. അതാണ് ഒരു യുക്തിവാദത്തിൽ പരിപാടി നടത്തുന്നെങ്കിൽ തൂക്കുവേണ്ടിയില്ല. മറുപടി പറഞ്ഞാൽ പോരെ. എന്താ തൂക്കുകൊണ്ടിരുന്നത്? ഇസ്ലാം ഭീകരവാദി. ഇസ്ലാമികൾക്ക് പ്രതി ആരാന്നറിയോ? എനിക്കറിയാം. അജീഷ് ജബ്ബാറല്ലെന്ന്. അജീഷ് എന്നല്ല, അനീസ് എന്നാണ്. അജീഷ് CPM-ന്റെ നേതാവാണ്. ഒരു കൊലക്കേസിലെ പ്രതിയാണ്. ഒരു മുസ്ലിമും അല്ല. അവിടെ ആരിഫ് ഹുസൈൻ അടക്കം പോസ്റ്റ് ഇട്ടിട്ട് ആകെ നാറിയില്ലേ? ഇസ്ലാം ഭീകരവാദിയാണ്. ഇസ്ലാം ഒരു വിഷയം തന്നെയാണ്. ഇസ്ലാം ചേച്ചി ഒന്ന് മൂപ്പിച്ച് വന്ന അവസാനം ദേ കിടക്കുന്നത്. ഒരു കാര്യം സമൂഹത്തോട് പറയാനുള്ളൂ. ടെക്നോളജി ഉണ്ടോ? ടെക്നോളജി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ടെക്നോളജി ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ടെക്നോളജി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാം. നിങ്ങളുടെ ടെക്നോളജി ഉണ്ടാ. മനുഷ്യനായാലേ കുറച്ചെങ്കിലും നാണും ഉളുപ്പുമൊക്കെ വേണ്ടേ? ഡേ പിടിച്ച മേത്തനെയല്ല, അബ്ദുൽ ജബ്ബാർ അബ്ദുൽ ഷുക്കൂർ അല്ല, അജീഷിനെ പിടിച്ചത്. പോസ്റ്റ് ഡിലീറ്റാക്കി ഓടാൻ നോക്ക് കണ്ടം വഴി. ടെക്നോളജി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാം. ഈ പറയുന്ന ഹിന്ദുമതം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഇട്ടാവട്ടത്തിൽ നടക്കുന്ന കാര്യമാണ്. അതായത് ഒരു അഖണ്ഡ ഭാരതം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഈ സാധനത്തിന് ഒരു റോളും ഇല്ല.